ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ അൾമാറയുടെ ഡോറ് അതുപോലെ തന്നെ നമ്മുടെ റൂമിന്റെ ഡോറൊക്കെ ഒന്ന് ഗ്ലേസിംഗ് ആക്കി എടുക്കാൻ, പ്രത്യേകിച്ചും പോളിഷ് ഒക്കെ മാറ്റിയിട്ടുള്ള ഡോറുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ഗ്ലേസിംഗ് ആക്കി എടുക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. താൽക്കാലികമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് നമ്മുടെ വാസ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട നമ്മുടെ ഡോറിന്റെ ഈ സൈഡൊക്കെ ഒരു നിറച്ച പോലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതെന്താ വെച്ചാൽ അതിന്റെ പോളിഷിംഗ് ഒക്കെ പോയി തുടങ്ങിയിട്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പൊ ഇതുപോലെ പോളിഷിംഗ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വാസീൻ്റെ ഒരു അല്പം ഞാൻ എടുത്തതിന് ശേഷം ഈ ഭാഗങ്ങളിൽ ഞാൻ പുരട്ടുന്നുണ്ട്. അപ്പൊ താൽക്കാലികമായി നമുക്കൊരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഈ ഒരു കോട്ടിങ് നിലനിർത്താൻ പറ്റും. അപ്പൊ പെട്ടെന്ന് ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ താൽക്കാലികമായി ഇതുപോലെ കുറച്ച് വാസലിനെടുത്ത് നമ്മൾ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്ലേസിങ് നമ്മളുടെ ഡോറിനൊക്കെ ഉണ്ടാകും കേട്ടോ. ഡോറിന് മാത്രമല്ല ഇതുപോലെയുള്ള ലോക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൽ പുരട്ടി കൊടുക്കാം. മറ്റൊരു ചെലവുകളും ഇല്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുത്താൽ മാത്രം മതി. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ട ആ ഭാഗം നല്ലൊരു ഗ്ലേസിങ് വന്നിട്ടുണ്ട്. ഈ ഭാഗം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും കറക്റ്റ് അതിന്റെ വ്യത്യാസം തന്നെ മനസ്സിലാവും. ഇത് കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ കവർ ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ, അപ്പൊ ആ ഒരു താഴത്തേക്ക് നോക്കിയാൽ തന്നെ അതിന്റെ കറക്റ്റ് ആയ വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഇത് കണ്ടോ. ഇപ്പൊ നമുക്കിത് മൊത്തത്തിൽ നമുക്ക് ഇത് തടിയിലൊക്കെ നമുക്ക് പുരട്ടി കൊടുക്കാം. അപ്പൊ ഈ ഒരു ഗ്ലേസിംഗ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏത് തരത്തിലുള്ള ഡോറിലും നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിപ്പോ ബാത്റൂമിന്റെ ഡോറാണ്, വളരെ ചിലവ് കുറഞ്ഞൊരു രീതിയാണ്. ബാത്റൂമിന്റെ ഡോറിൽ ഞാൻ ഒരല്പം പുരട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരല്പം പുരട്ടിയതിനു ശേഷം ചെറിയൊരു കോട്ടന്റെ തുണിയൊക്കെ ഉപയോഗിച്ച് നിങ്ങളത് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ശരിക്കും ഇതിന്റെ ഒരു എഫക്റ്റ് അറിയാൻ പറ്റും. കണ്ടോ, അപ്പൊ ഒരു കറക്റ്റ് ഇത് മനസ്സിലാവും നിങ്ങൾക്ക്. കണ്ടോ, അപ്പൊ ആ തുടച്ച ഭാഗത്ത് നല്ലൊരു ഗ്ലേസിങ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് എവിടെ വേണമെങ്കിലും തുടയ്ക്കാം. അതുപോലെ നമ്മുടെ കണ്ണടയിലും അതേപോലെ തന്നെ കുറച്ചു നേരം കണ്ണട വെച്ച് കഴിഞ്ഞാൽ കണ്ണടന്റെ ഗ്ലാസ്സിൽ ഒരു തരം പൊടി പോലെ വന്ന് പറയാറുണ്ട്. അപ്പൊ അതിനും നമുക്ക് നല്ലൊരു ടിപ്പ് തന്നെയാണ്. അത് കണ്ടോ, ഒരല്പം എടുത്തതിന് ശേഷം ജസ്റ്റ് വളരെ കുറച്ചു മതി കേട്ടോ. എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പുരട്ടിയതിന് ശേഷം ജസ്റ്റ് നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം. അപ്പൊ ഞാനിത് ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. വളരെ സ്മൂത്തായ തുണി കൊണ്ട് വേണം കേട്ടോ തുടയ്ക്കാന്. മുണ്ടൊക്കെ നല്ല വൃത്തിയുള്ള മുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഗ്ലാസിന്റെ സ്ക്രാച്ച് ഒക്കെ വീഴാനും ഗ്ലാസ്സിന് തെളിച്ചെല്ലാതിരിക്കും. മുണ്ടിലുള്ള ചളി കൂടി ഗ്ലാസ്സിലാവാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പൊ കണ്ടോ, ഒരല്പം വാസലിനൊക്കെ ഇട്ടതിന് ശേഷം തുടച്ചു കൊടുത്താൽ നല്ല ക്ലീൻ ഉണ്ടാവും കണ്ണടക്കൊക്കെ. കണ്ടോ, അപ്പോൾ കണ്ണട ഉപയോഗിക്കുന്നവർ വളരെ കുറച്ച് മതി കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ കുറച്ച് മതി. അതുപോലെ നമ്മുടെ മിക്സിയുടെ ജാറിലൊക്കെ ടൈറ്റ് ഉണ്ടാവുന്നതിന്, അഥവാ ഇത് ഞാൻ ചായപ്പൊടി അതുപോലെ ഉപ്പൊക്കെ ടിഷ്യൂലാക്കി ഇട്ട് വെക്കുന്നതാണ് ഇതിന്റെ ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, ഇതിന്റെ ഈ മൂലയിലൊക്കെ നമുക്ക് ഒരല്പം വാസലിൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് മതി കേട്ടോ. ഒരല്പം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഒരു ടൈറ്റ്നെസ് ഒക്കെ നമുക്ക് മാറി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ പിന്നിലും ഈ സ്പൂണിന്റെ ഈ സൈഡിലൊക്കെ ഒരല്പം വാസലിൻ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ വാസലിൻ കൊണ്ട് നമ്മൾ ആരും കരുതാത്ത ഒരുപാട് ഉപയോഗങ്ങളുണ്ട്.